പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പുറത്തുവരുന്ന വിശകലനങ്ങളിൽ ഒന്ന് ഇറാൻ നാവികസേനയുടെ ദീർഘദൂര ആക്രമണ ശേഷിയെ അമേരിക്കൻ നാവികസേന അല്പം അങ്കലാപ്പിലാണ് കാണുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഇറാൻ്റെ ദീർഘദൂര മിസൈലുകളിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറിയാണിപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ ലൊക്കേഷൻ എന്ന രീതിയിൽ ചില നിഗമനങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. ഇറാൻ്റെ അന്തർവാഹിനികളും മിസൈൽ ഘടിപ്പിച്ച ചെറു ബോട്ടുകളും അതിനെ അതിജീവിച്ച് ഇറാൻ്റെ അതിർത്തിയിലേക്ക് കടക്കുവാൻ അമേരിക്കയുടെ നാവിക സേനാ വ്യൂഹങ്ങൾക്ക് കഴിയുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചില വിശകലനം ഉണ്ടായിരുന്നു. മിസൈലുകൾ ഘടിപ്പിച്ച നൂറുകണക്കിന് ചെറു ബോട്ടുകൾ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ ഇറാൻ അമേരിക്കൻ നാവികസേനയുടെ എബ്രഹാം ലിങ്കനെ പോലെയുള്ള സാങ്കേതിക തികവുള്ള യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കുക എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറാൻ ദിവസേന 400-ലധികം ഷഹീദ് ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണം ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം 80,000-ലധികം ഡ്രോണുകൾ ഇപ്പോൾ തന്നെ ഇറാൻ്റെ കൈവശമുണ്ട്. അധികമായിട്ട് ദിവസം 400 ഡ്രോണുകൾ ഇറാൻ അധികമായി ഉത്പാദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആരോപണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോൺ നിർമ്മിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രോൺ ഉള്ള രാജ്യമായി ഇറാൻ മാറും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുമൊക്കെ നിലവിലുണ്ട്. മറ്റൊരു വിരോധാഭാസം എന്ന് വെച്ചാൽ ഇറാൻ സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളിലാണ്. ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, കറണ്ട് ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ ഇറാൻ ഇത്രയധികം ഡ്രോൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതം ഇതിനുവേണ്ടി ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന ഒരു വിശദീകരണവും ന്യായീകരണവും ഒക്കെ ഉണ്ട്. കാരണം ഇത്തരം ഡ്രോണുകളില്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തേക്ക് ഒരുപക്ഷെ ഇസ്രായേലോ അതുപോലുള്ള ശത്രു രാജ്യങ്ങളുടെ ഒക്കെ കടന്നുകയറ്റം ഉണ്ടായേക്കാം എന്ന രീതിയിലുള്ള വിശദീകരണങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഇറാൻ്റെ നാവികസേന മേധാവി കമാൻഡർ അലിറാസ രക്സത്തിരിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. ഇറാൻ കടലിനടിയിൽ വിക്ഷേപിക്കുവാൻ വെച്ചിരിക്കുന്ന നൂറുകണക്കിന് മിസൈലുകൾ ഉണ്ട് എന്നാണ്. അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത്തരം മിസൈലുകൾ അത് അമേരിക്കയുടെ ഏതു പടക്കപ്പലുകളെയും തകർക്കുവാൻ തക്കവണ്ണം ദൂരപരിധിയുള്ളത് ആണ് എന്ന് ഇറാൻ്റെ നാവികസേന മേധാവി അഡ്മിറൽ അലിറാസ തക്സീരിയുടെ ഒരു പ്രസ്താവന കൂടി ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഖാദർ 380 എന്ന് പറയുന്ന ഒരു മിസൈൽ അത് നേരത്തെയും അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തിരുന്നതാണ്. അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് ഗൈഡൻസ് സിസ്റ്റം, അതായത് ഏത് ഭാഗത്താണോ അത് ചെന്ന് വീഴുന്നത് അത് പതിക്കുന്നത് വരെ അതിൻ്റെ ഗതിവിഗതികളെ ഒക്കെ തിരിച്ചുവിടുവാൻ കഴിയുന്ന സ്മാർട്ട് ഗൈഡൻസ് സിസ്റ്റം ഉള്ള മിസൈലുകൾ ഖാദർ 380 അത് വലിയ രീതിയിൽ ഇറാൻ്റെ പ്രതിരോധത്തിൻ്റെ മുനയാണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിന് ആ സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു മിസൈലാണ് എന്ന രീതിയിലുള്ള ചർച്ചകളുമൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതീവ ജാഗ്രത പുലർത്തുന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. വളരെ കടുത്ത ജാഗ്രതയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പുലർത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ്. ജാസ്ക് നാവികത്താവളം, ബുഷഹീർ തുറമുഖം എന്നിവിടങ്ങളിൽ ഇറാൻ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ട്. അതുപോലെ 10-ലധികം രാജ്യങ്ങളുടെ ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇറാനിലെ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന ഒരു ആരോപണം ഇറാൻ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. 10-ലധികം രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ സംയുക്തമായി ഇറാനിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും അതുമൂലം അവിടുത്തെ ഗവൺമെൻറ്റിനെ അയത്തുള്ള അലി ഖംനയുടെ മത നേതൃത്വത്തെയും അതുപോലെ അവിടുത്തെ ഭരണകൂടത്തെയും അട്ടിമറിക്കുവാനും ശ്രമിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ ഇറാൻ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം ഈ അവിടുത്തെ ആഭ്യന്തര കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഇസ്രായേലിലെ സൈനികർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബുള്ളറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്ന ചില വാർത്താ റിപ്പോർട്ടുകൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ജയ്ഹിന്ദ് ടിവിയിലെ പഴയ റിപ്പോർട്ടറായ ഫിറോസ് അലി മുഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പിന്നിലും ചില വിദേശ കരങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന സമയങ്ങൾ കൂടിയാണിത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ്ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ്ഹിന്ദ്.